ഹായ്, അപ്പോൾ നമ്മുടെ 2026 വന്നു. ആദ്യം തന്നെ വിഷിങ് എവ്രി വൺ എ വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ തുടങ്ങി, അപ്പം പുതിയ കളക്ഷനും കാണണം. നമുക്ക് പുതിയ സ്റ്റോക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുറച്ച് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, അത് കാണാം. അതുപോലെ തന്നെ കുറച്ച് കഥയൊക്കെ പറയാനുണ്ട്. വരും. അപ്പോൾ തുറക്കട്ടെ. നമ്മൾ കല്യാണത്തിനൊക്കെ ചോദിക്കുന്ന പോലെ പുടവ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തുറക്കട്ടെ, നമുക്ക് കാണാം. പുതിയ സാരികൾ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫിനാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. പുതിയ പുതിയ സാരികൾ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇതിനകത്ത് ഇപ്രാവശ്യം നമുക്കൊരു 4-5 സാരി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീവർ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്കിത് ചെയ്തു തന്നെങ്കിലും ഒരു 4-5 സാരീസ് അയച്ചു തന്നിട്ടുണ്ട്. 1-2 വിൻറ്റേജസും അതുപോലെ തന്നെ ഒരു 2-3 ബ്രൈഡൽസും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പം അതുപോലെ തന്നെ എനിക്ക് ന്യൂ ഇയറിൽ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മോട്ടിവേഷനൊന്നും അല്ല, എന്നാലും നമുക്ക് പുതിയ വർഷം വരുമ്പോൾ ഇപ്പം ഈ ഒരു ദിവസം മോർണിംഗ് എനിക്ക് ഭയങ്കര എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഭയങ്കര എനർജി ആയിരിക്കും. ചില ആൾക്കാരൊക്കെ നെഗ്ഗടിപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറയും ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം പുതിയൊരു ഡേറ്റ് വന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. അത് ഇങ്ങനെ കുറേ നമ്മൾ ട്രോൾസും അതും ഇതുമൊക്കെ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജി നമുക്ക് വരും. പുതിയ പുതിയ കുറച്ച് കാര്യങ്ങൾ, പലരും റെസൊല്യൂഷൻ എടുക്കും. അതിനൊക്കെ നമുക്കൊരു ദിവസം വേണമല്ലോ, നമ്മൾ ഒരു ഡേറ്റ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് വരുന്നത് എപ്പോഴും ഭയങ്കര നല്ലതാണ്. നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനൊരു എനർജി, അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും നമുക്ക് പുതിയ വർഷം എന്നുള്ളൊരു എനർജി വരും. ആ ഒരു എനർജി വെച്ചിട്ട് മാക്സിമം ആ ഒരു വീക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം, പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങണം. അതിനൊക്കെ പറ്റിയ ഒരു വീക്കാണ് ഈ ഒരു വീക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോളോവേഴ്സ് എല്ലാവർക്കും ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷം നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം തരട്ടെ, സന്തോഷമുള്ളൊരു ജീവിതം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് പുതിയ കളക്ഷനും കാണാം. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ വർഷം നമുക്ക് അടിപൊളി കളക്ഷൻ കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്റ്റോറിൽ മാക്സിമം നിങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തൊരു കളേഴ്സാണ് നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പാണ് നോക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് മെസ്സേജായിട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറേ ആൾക്കാർ ഈ ഇടയ്ക്ക് ചോദിച്ചിരുന്ന ഒരു കളർ കോംബോ ആണ്. വിൻറ്റേജ് കാഞ്ചീപുരം കളക്ഷനിൽ വരുന്ന ഒരു സാരിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കട്ടൻ പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര കിഡ്ലമായിട്ടുള്ളൊരു സാരിയാണ്. സോ ഇതൊന്ന്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് വീണ്ടും വിൻറ്റേജ് കൂർവൈ തന്നെയാണ്. ഇതും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോംബോ ആണ്. ഒരു ഗോൾഡൻ ഷെയ്ഡും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോംബോ. ഇതും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ വീണ്ടും നമ്മളുടെ ഗോൾഡൻ ബ്രൈഡ്സ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗോൾഡൻ സാരീസ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു മന്ത് തൊട്ട് ഗോൾഡൻ സാരീസ് കൊണ്ടുവരാമോ എന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 1-2 സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഒരു ഗോൾഡൻ സാരി. ഇതൊക്കെ ഫുൾ ഗോൾഡാണ്. ഈ ഒരു ഗോൾഡൻ സാരി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ഉടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആഠ്യത്വം ഫീൽ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അതിന് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ സാരീസിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾക്ക് അത് വീണ്ടും നമുക്ക് ഉടുക്കാൻ പറ്റും. പല ബ്ലൗസസ് ഇട്ട്, ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ടേക്കുന്നത് കണ്ടു, പല ബ്ലൗസസ് ഇട്ട് നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ട്വീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ പേസ്റ്റൽസ് വെക്കുകയാണെങ്കിലും ഭംഗിയായിരിക്കും, ഡാർക്സ് വെക്കുകയാണെങ്കിലും ഭംഗിയായിരിക്കും. അപ്പം എല്ലാവരുടെയും വാർഡ്രോബിലാണെങ്കിലും അല്ലെങ്കിൽ ബ്രൈഡ്സിനാണെങ്കിലും ഒരു ചോയ്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ചോയ്സാണ് ഗോൾഡൻ സാരീസ്. അപ്പോൾ തിരിച്ച് വീണ്ടും ചോദിക്കുന്നതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് അടുത്ത സാരി ഇന്ന് ഇത്രയാണേ വന്നേക്കുന്നത്. ഈ ഒരു സാരിയും കൂടെ ഉള്ളൂ. ഈ ഒരു സാരി നല്ല ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ്. ഇതും എന്താ പറയുന്നത്, ഒരു ബ്രൈഡ്സ് ഫേവറേറ്റ് ഷെയ്ഡ് എന്ന് പറയാം. എന്താ വെച്ചാൽ ഇത് ഉടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ തരുന്ന ഒരു കളറാണ്. ഈ ഒരു കളറും ഇതിപ്പം എല്ലാം സിംഗിൾ ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ഇതിനും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. സോ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഇത്രയും സാരീസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർസൽ ഓപ്പണിംഗ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചായിട്ടാണ് സാധനങ്ങൾ വരുന്നത്. കാരണം നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം സ്റ്റോക്ക് എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഒരുപാട് നിറച്ച് വയ്ക്കാതെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള പീസസ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കിതുപോലെ കുറച്ച് കളക്ഷൻ ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ റിക്വസ്റ്റിനൊക്കെ അനുസരിച്ച കളേഴ്സ് തേടിപ്പോയി വ്യൂവേഴ്സിനെ മീറ്റ് ചെയ്ത് അവരുടെ നിന്നുള്ളത് വാങ്ങിയാണ് ബൾക്കായിട്ട് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പുതുവത്സരത്തിൽ നമ്മളുടെ പുതിയ കളക്ഷൻ വന്നിരിക്കുന്നത് ഇത്രയും സാരികളാണ്. ഇനി കാഷ്വൽ സാരീസ് വന്നിട്ടുണ്ട്, അത് ഞാനൊരു പാർസൽ ഓപ്പണിംഗ് വേറെ ഇടാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു അടിപൊളി ഇയർ ആശംസിക്കുന്നു. 2026 എല്ലാവർക്കും അടിപൊളി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്